മുസാഫിറാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഉദയ്പൂരിലേക്കാണ്. ഉദയ്പൂരിലേക്ക് ഏകദേശം ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന്, അതായത് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ അടുത്ത്, ഒരു 3 കിലോമീറ്റർ അടുത്ത്. അവിടുത്തെ ഒരു ഹോം സ്റ്റേ ആയിരുന്നു. അത്യാവശ്യം നല്ല, എന്താ പറയുക, നല്ല സൗകര്യമൊക്കെ സെറ്റായിരുന്നു. ഓക്കെ, ചെറിയ വൈഫൈൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, വേറെ പറയാനോ ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉദയ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടെ നിന്ന് 388 കിലോമീറ്റർ അവിടെ ഉദയ്പൂരിലേക്ക് ഉണ്ട്. എവിടെ പോയാലും ഫാൻസ് ആണ് ഗൈസ്. നമ്മൾ നമ്മുടെ എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നല്ല കുറവുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എയർ കയറ്റി എന്നെ ഉദയ്പൂരിലേക്ക്. ഓക്കെ, നാം ക്യാ ഭായ്? ഓർ പറയുന്നത് എനിക്ക് അറിയുന്നില്ല, ഞാൻ പറയുന്നത് ഇവർക്ക് അറിയുന്നില്ല. കോമഡി. ഗോദ്ര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗണിലാണ്. ഗോദ്ര കഴിഞ്ഞ് പോണതിന് ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഉദയ്പൂർ. ഈ വണ്ടി കണ്ടോ, ഇതിന്റെ ബാക്ക് ടിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സൈഡ് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗോദ്ര കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ടൗണാണ് സഹേറ എന്ന് പറഞ്ഞിട്ട്. സഹേറ ടൗണിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം തിരക്കുള്ള ടൗണാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ്, ഇത് രസമല്ല കാണാൻ. ഇവിടെ എന്തോ പാട്ട് ചെയ്യുന്നുണ്ടല്ലോ. നാല് ദിവസത്തെ ഗുജറാത്ത് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നുള്ളത് രാജസ്ഥാനിൻ്റെ മണ്ണിലാണ്. രാജസ്ഥാൻ നമുക്ക് നോക്കാം. കുറച്ച് ദിവസങ്ങൾ നമ്മൾ രാജസ്ഥാനിലായിരിക്കും. രാജസ്ഥാനിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. മാക്സിമം പറ്റുന്നതൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ലിസ്റ്റിലുണ്ട്, കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് രാജസ്ഥാനിൽ കാണാനുള്ളത്. നമുക്ക് രാജസ്ഥാനിലെത്തി. രാജസ്ഥാനിലുള്ള ഒരു ടൗണാണ്. ഞങ്ങൾ ഹൈവേയിൽ കയറാതെ ഒരു ഗൂഗിൾ മാപ്പ് കണ്ടിട്ട് ഒരു റോഡിലൂടെ കയറി ഇവിടെ എത്തി. ഉദയ്പൂരിലേക്കാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ. ഉദയ്പൂർ, ജോധ്പൂർ, പാലംപൂർ, കുറേ ഉണ്ട്. ഞങ്ങളിവിടെ നിന്നപ്പോൾ ആൾക്കാർ മൊത്തം കൂടിയിട്ടോ. ഞങ്ങളിങ്ങനെ ഫുള്ള് ഞങ്ങളുടെ ബൈക്കും ഞങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർ മൊത്തം കൂടി. എല്ലാവരും വരുന്ന അവിടെ നിർത്തുന്നു, സംസാരിക്കുന്നു. എനിക്കാണേലും ഹിന്ദിയും അറിയില്ല. കോമഡി ആയിരുന്നു. അപ്പോൾ ചെറിയൊരു റീലെടുത്തിട്ടു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
ഇവിടെ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. ഫുഡ് കഴിച്ചു. നല്ല വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ സെറ്റാണ്. ഞങ്ങൾ ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു ഫുഡ് എന്താവും എന്താന്നൊക്കെ. പക്ഷേ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഏതോ ഒരു ഗൾഫിലും എത്തിയ പ്രതീതിയാണ്. ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടേ, നമ്മൾ വേറെ എവിടെയോ എത്തിയതുപോലെ ഉണ്ട് കേട്ടോ. സെറ്റ് വ്യൂ ആണ്. ലോങ് നോക്കിയേ, ഒരു വേറെ തന്നെ മലയാണ്. ഇതുവരെ കണ്ടതുപോലെ ഒന്നല്ല. ഇതുവരെ മൊത്തം ഒരു പച്ചപ്പ് പറഞ്ഞ മലയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് അതൊന്നല്ല, എന്താ പറയാ, ഒരു വേറെ തന്നെയാണ് കേട്ടോ. ആദ്യം റൂമാണ്. റൂമിലൊക്കെ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇവിടുത്തെ മറ്റേ പാലസ് എല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ നോക്കിയതാണെന്ന് തോന്നുന്നുണ്ട്.
എന്താക്കുന്നറാ നിക്കറാ. പോറാ. വാവ് എൻ്റെ മോനെ ഓക്കെ, ഏതാ വ്യൂ, പൊളിയല്ലേ വ്യൂ. हाय, नाम क्या है? हैं? हार्दिक पांड्या। हार्दिक पांड्या। आए वाह। मावेश वेशिका हैं? मैंशू ओके। ए हाय बोलो, हाय बोलो ब्लॉग से यूट्यूब सब्सक्राइब करो ओके। दिस इज माय चैनल। देखो देखो देखो, आई एम मुजाफिर यूट्यूब पे मैं आपको देखता हूँ। ആ എന്നെ നിങ്ങളുടെ യൂട്യൂബിൽ പാറു फुल छोटा वाला फैंस, छोटा वाला। नाम क्या है? जयरा सोनी। जयरा सोनी। अबे असली नाम है मेरा। दिस इज माय चैनल, आई एम मुजाफिर 411 ओके। जस्ट सब्सक्राइब मी ആൻഡ് സപ്പോർട്ട് മീ, ലൈക്ക് മീ, ഷെയർ മീ ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. ഇവിടെയാണ് ഹോട്ടൽ. റൂം നമ്പർ നമ്മുടെ ഇന്നത്തെ റൂം ഇതാണ്. സെറ്റ് റൂമാണ് ഇത്. പുറത്തുള്ള വ്യൂ